ഞാനിപ്പം വന്ന് നിൽക്കുന്നത് അയർലൻഡിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ്. അതായത് ഈ വിക്ലോ മൗണ്ടൻസിൽ മലയൊക്കെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിയാണ്, ഒരു പബ്ബാണ്. അയർലൻഡിലെ ദ മോസ്റ്റ് ഫേമസ് പബ് ജോണി ഫോക്സ്. ഈ ജോണി ഫോക്സിന് ഒരുപാട് ചരിത്രമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു പബ്ബ്. അയർലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പബ്ബ്, ദ ഹയസ്റ്റ് പബ് ഇൻ അയർലൻഡ്, ജോണി ഫോക്സ്. ആദ്യമേ തന്നെ ഈ പബ്ബിനെ കുറിച്ചൊരു കാര്യം പറയാം. പബ് എന്ന് പറഞ്ഞാൽ, അയർലൻഡിലെ പബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കേൾക്കുന്ന പബ്ബിന്റെ സങ്കല്പമല്ല കേട്ടോ. കാരണം നാട്ടിൽ നമുക്കറിയാം, കൊച്ചിയിലും ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ പബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ്. ഇവിടെ അതല്ല, തെറ്റിദ്ധരിക്കരുത്. അതായത് ഇവിടെ ഇതൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ചായക്കടയുടെ മുകളിൽ ഒരു ചായക്കടയുടെ ചേട്ടൻ എന്നെ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൾക്കാർക്ക് വന്നിരിക്കാനും മിങ്കിൾ ചെയ്യാനും സോഷ്യലൈസിങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം. പബിനെ പറ്റി ഒരു എപ്പിസോഡ് ഇനി മുമ്പോട്ട് വരുന്നുണ്ട്. വിശദമായിട്ട് ഇവിടുത്തെ പബ് കൾച്ചറിനെ പറ്റി ഹെല്ലോ ഡൽഹിയിൽ കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കാം. ആ പബ്ബുകളുടെ, അങ്ങനെയുള്ള പബ്ബുകളുടെ ഒരു രാജാവാണ് ഈ ജോണി ഫോക്സ്. കാരണം ആദ്യകാലങ്ങളിൽ 1798 ഇതിന്റെ തുടക്കം. ആദ്യകാലങ്ങളിൽ തുടങ്ങിയ ഒരു പബ്ബ്, അയർലൻഡിന്റെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു പബ്ബ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ വിക്ലോ മൗണ്ടൻസ് എന്ന് പറയുന്ന ലോകത്തിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ ഇടം നേടിയിരിക്കുന്ന ഈ പബ്ബില് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ടൂറിന് വരുന്നവരെല്ലാവരും അയർലൻഡിനെ പറ്റിയൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ജോണി ഫോക്സ് കാണും. അതായത് സിനിമാ നടന്മാരുൾപ്പെടെ പൃഥ്വിരാജ് അടക്കമുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടിരിക്കുന്ന ഒരു പബ്ബാണിത്, ഈ ജോണി ഫോക്സ്. അയർലൻഡിലേക്ക് എത്തുന്ന ഏതൊരു ടൂറിസ്റ്റും ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ പ്ലേസസ് ടു വിസിറ്റ് അയർലൻഡ് എന്ന് അടിച്ചു നോക്കുമ്പോൾ ജോണി ഫോക്സ് ഡെഫിനറ്റ്ലി കയറി വരും. അതിനകത്തൊരു സംശയവുമില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ഇനി ഇവിടെ കാണാൻ പോകുന്ന ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ഫുഡും ഇതെല്ലാം തന്നെയാണ്. അയർലൻഡിന്റെ ചരിത്രത്തെ പറ്റി ലോകത്തിൽ മറ്റൊരാളോട് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ജോണി ഫോക്സിന്റെ പേര് പറയാതിരിക്കാൻ സാധിക്കില്ല. So let's now go and see what's there in Johnny Fox. വിജനതയും വിശാലതയും സമം ചേർത്ത് വളഞ്ഞും തിരിഞ്ഞും നീണ്ടു പോകുന്ന ഈ മലമ്പാത ചെന്നെത്തുന്നൊരിടമുണ്ട്. പോയ കാലത്തെയോ പഴയ ഒരു ലോകത്തെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരിടം. ആ അതിശയത്തിൻ്റെ പേരാണ് ജോണി ഫോക്സ്. ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പുരാതനമായ ഒരു കാലത്തിൻ്റെ സമ്പന്നതയിലേക്കോ ഐറിഷ് ജനതയുടെ സമരചരിത്രങ്ങളുടെ ഒരേടിലേക്കോ ഉള്ള തിരിച്ചുപോക്ക് എന്നൊരർത്ഥം കൂടി ഉണ്ടതിന്. വർഷങ്ങൾക്ക് മുമ്പ് ജോണി ഫോക്സ് ഇരുന്ന ഇടം ഒരു ഫാം ഹൗസ് ആയിരുന്നു. 1700കളുടെ അവസാനത്തിലാണ് ആ കൃഷിയിടം ഒരു പബ്ബായി രൂപാന്തരം പ്രാപിച്ചത്. അക്കാലത്ത് വിക്ലോ മലനിരകളിൽ തമ്പടിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആശ്വാസത്തിൻ്റെ അഭയസ്ഥാനമായി ജോണി ഫോക്സ് പബ്ബ് നിലകൊണ്ടിരുന്നു. അതിൻ്റെ അവശേഷിപ്പുകളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് അയർലൻഡിലേക്ക് എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളും ഒരിക്കലെങ്കിലും വരണമെന്നാഗ്രഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ഇടമായി ജോണി ഫോക്സ് പബ്ബ് ഉയർന്നു നിൽക്കുമ്പോഴും ആ ഓർമ്മകളുടെ വീര്യം ഒട്ടും ചോരാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമ്മളിവിടെ കണ്ടതുപോലെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പഴയ ആൻറ്റിക് സംഭവങ്ങൾക്കെല്ലാം ഭയങ്കര മൂല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാട്ടിൽ പോലും ആണെങ്കിലും ഒരു പുതിയ ഷോറൂം അല്ലെങ്കിൽ പുതിയൊരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കഫേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പാട്ടയും തകരയും ഒക്കെ കൊണ്ടാണ് അതിൻ്റെ ഭിത്തികളൊക്കെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യം. പുരാതനമായ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇവിടെ ഭയങ്കര പ്രാധാന്യം നൽകിക്കൊണ്ടൊരു മ്യൂസിയം പോലെ തന്നെയാണ് അവരതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പഴയ കാലത്ത് തുടങ്ങിയതിൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് അന്ന് മുതൽ ഇന്ന് വരെയുള്ള വളർച്ചയിൽ ലോകം പോയ പോക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ട് വന്നോ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ള ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. പകരം 5 സ്റ്റാറിനെ പോലും വെല്ലുന്ന, പകരം വെക്കാനാവാത്ത ഒരു ആംബിയൻസ് ആണ് ഇതിനകത്തോട്ട് കയറിയാൽ. അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ലോകമെമ്പാടും നിന്ന് ജോണി ഫോക്സിലേക്ക് ആകർഷിക്കുന്നത്.
വിറകടുപ്പിൽ വേകുന്ന ബാർലിയുടെയും ഹോപ്പിൻ്റെയും റൊട്ടിയുടെയും കൂടിക്കലർന്ന സുഗന്ധം അവിടെ ആകെ പൊതിഞ്ഞു നിൽക്കുന്നു. അയർലൻഡിൻ്റെ പരമ്പരാഗത സംഗീതം പശ്ചാത്തലത്തിലാകെ പതിഞ്ഞു കേൾക്കുന്നു. ഏതോ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ കൊണ്ട് ഇവിടുത്തെ ചുവരുകൾക്കും നിറം പിടിപ്പിച്ചിരിക്കുന്നു. തീൻമേശകൾ നിറയെ ഐറിഷ് തനത് രുചികളുടെ സമ്മേളനം. ഗ്ലാസുകളിലേക്ക് പകർന്നൊഴുകുന്ന ചഷകത്തിൽ ലഹരിക്കൊപ്പം നുരഞ്ഞു പൊങ്ങുന്നത് സമ്പന്നമായ അയർലൻഡിൻ്റെ വീര്യം കൂടിയാണ്. നിലയ്ക്കാത്ത നൃത്തച്ചുവടുകളും നിർത്താതെ പെയ്യുന്ന നിശാസംഗീതവും അവസാനിക്കുന്നിടത്താണ് ഇവിടുത്തെ ഓരോ രാത്രികളും പൂർണ്ണമാകുന്നത്. പറഞ്ഞാലും തീരാത്ത കൊതിയും മതിയും തീരാതെയാണ് ഇവിടേക്ക് വരുന്ന ഓരോരുത്തരും തിരിച്ചു പോകുന്നത്. അങ്ങനെ അയർലൻഡിൻ്റെ കൊടുമുടിയിൽ മനുഷ്യനും പ്രകൃതിയും ചേർന്ന് ഒരുമിച്ചു പടുത ഒരു സ്വപ്നമായി ജോണി ഫോക്സ് പബ്ബ് മലമുകളിലെ മറ്റൊരത്ഭുതമായി ആകാശം തൊട്ടു നിൽക്കുന്നു. ഈ അയർലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെയും തങ്ങളാൽ കഴിയുന്ന വിധം ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനോഹരമായി ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ പല പബ്ബുകൾ നമ്മൾ ചെന്നാൽ. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനോഹരമായ രീതിയിൽ ആ സംഭവങ്ങളെ അവർ അടിപൊളിയായിട്ട് കാണിക്കുകയാണ്. നമ്മളിൽ ഒരു നൊസ്റ്റാൾജിയ അല്ലെ നമ്മളിൽ ഒരു ഭയങ്കരമായ ഒരു ആകർഷണം ഉളവാക്കുക ചെയ്യുന്നത്. അപ്പം ജോണി ഫോക്സ് ഇന്ന് ലോകത്തിൽ ആര് ഗൂഗിളിൽ പോയി ജോണി ഫോക്സ് എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് iconic pubs in the world. So definitely if you visit Ireland, it's a must visit place.